ഒരു വീക്കർ കാൻഡിഡേറ്റിനെ നിർത്താൻ നിയമ സജീറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, അല്ലെങ്കിൽ ജി.വി. ഹരിയെപ്പോലുള്ള അങ്ങനത്തെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം BJPയുമായിട്ട് കോൺഗ്രസ് ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. ഏത് BJPക്ക് ജയിക്കാൻ മോശം കാൻഡിഡേറ്റ് നിർത്തിയിരിക്കുകയാണ് എന്നൊരു നെഗറ്റീവ് കൊണ്ടുവരാൻ CPMന് കഴിയുകയും ചെയ്യും. അത് പാൻ കേരള സ്വഭാവത്തിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസ് ഒരു ഫൈറ്റ് എടുക്കുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ തലശ്ശേരിയിലും അല്ലെങ്കിൽ ധർമ്മടത്തും എല്ലാം വലിയ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തുമെന്ന്. അതേ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ഇമ്പോർട്ടൻസോ ധർമ്മടത്ത് ഞങ്ങൾ വലിയ സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പറയുന്ന ആൾക്കാർ നിയമത്ത് ചെറിയ സ്ഥാനാർത്ഥി നിർത്താൻ പാടുണ്ടോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് അവർ എടുക്കേണ്ട കാര്യം, അതായത് BJPയോടും CPMനോടും ഞങ്ങൾക്കുള്ള സമീപനം ഏറ്റവും ഷാർപ്പാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ അവൈലബിലിറ്റി ഇഷ്യൂ ഉണ്ട്. മുരളീധരൻ ഇല്ല മത്സരിക്കാൻ എന്ന് പറഞ്ഞു. മുരളീധരനാണ് ഏറ്റവും ആപ്റ്റ് കാൻഡിഡേറ്റ്, അത് നല്ല മത്സരം കൊടുക്കാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ആൾ തരൂരാണ്. തരൂരിന് പക്ഷേ വിജയം പോലും ഉണ്ടാക്കാൻ പറ്റിയേക്കും. കാരണം രാജീവിനെ മറികടക്കാൻ ശേഷിയുള്ള കോൺഗ്രസിലെ ഏറ്റവും വലിയ സ്റ്റാർ സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ അത് തരൂരാണ്. തരൂർ എന്ന രാജീവിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഉണ്ടല്ലോ, ഈ പറഞ്ഞ വിദ്യാസമ്പന്നനായിട്ടുള്ള തരൂരെങ്ങാനും വരികയാണെങ്കിൽ നിഷാദെ അത് വൻ മത്സരമായി മാറും. എൻ്റെ തീരുവനന്തപുരത്തെ സ്വാധീനിക്കാൻ തരൂര് അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ UDFനെ സംബന്ധിച്ച് വലിയൊരു എനർജിയാണ് ഇപ്പോൾ ഈ സമയത്ത്. കാരണം ഇപ്പോൾ തരൂര് പാർട്ടിയുമായി മെരുങ്ങിയിരിക്കുന്നു, രാഹുൽ ഗാന്ധിക്ക് വിധേയനായിരിക്കുന്നു, അദ്ദേഹം ഈ ക്യാമ്പയിനിൽ ഉണ്ടാവുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മത്സരം വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, അതൊരു വൺ ട്വിസ്റ്റായി മാറുകയും തന്നെ. അതാണ്. അപ്പോൾ നിയമത്ത് ഏറ്റവും സർപ്രൈസിംഗ് ആയ സ്ഥാനാർത്ഥിയെ, ഏറ്റവും പവർഫുൾ സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുക എന്നുള്ളതാണ് അവർക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ അതിനകത്ത് BJPയുടെ കോൺഫിഡൻസിനെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് വെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി നിയമം വിചാരിച്ചുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി RSS മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം സംഘവും ഏജൻസിയും ഒക്കെ ഉണ്ട്. അവരാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജോലി മുഴുവൻ മാത്രമല്ല പണവും